യൂഗോ സർവേ. പലതരത്തിലുള്ള സർവേസ് ഉണ്ട്. നമുക്ക് പോയിന്റ്സുകൾ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് എന്താ പറയുക, യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം. പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന യൂഗോ സർവേ എന്നുള്ള ഒരു സർവേ മെത്തേഡ് നമുക്ക് പോയിന്റ് ഏൺ ചെയ്യാം. അപ്പോൾ ഒരു ഇത്ര പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ അല്ലെങ്കിൽ ട്രെമൻഡസ് ATM കാർഡ്, ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യലില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇതിപ്പോൾ ഞാൻ ഈ ഒരു സർവേ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. ഈ 1-2 വർഷത്തിനിടയ്ക്ക് ഞാൻ പല ഗിഫ്റ്റ് കാർഡുകളും ട്രെമൻഡസ് കാർഡുകളൊക്കെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. 100% ജെന്യൂൻ ആണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്ത്, ആദ്യം ഒന്ന് പരീക്ഷിച്ചു. ആദ്യം ഞാൻ ഒരു ഇമെയിൽ ID കൊണ്ട് പരീക്ഷിച്ചു. ഒരു 2-3 മാസമായപ്പോൾ ഞാൻ 5000 പോയിന്റ്സ് ഏൺ ചെയ്ത്. ഈ 5000 പോയിന്റ്സ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3600 രൂപ, അതല്ലെങ്കിൽ നമുക്ക് ഒരു $50 നമുക്ക് ഒരു വിർച്വൽ ട്രെമൻഡസ് വിസ കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് നടത്താം. നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടൂല, ഇങ്ങനെ ഈ റിവാർഡ് കാർഡുകൾ, അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് നടത്താം. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും, ഇപ്പോൾ ഈ ഇലക്ട്രോണിക് പരമായിട്ടുള്ള വാച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ജേഴ്സികൾ, ഷൂ, ഇപ്പോൾ ഈ മൈക്രോഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിസ കാർഡ്, ട്രെമൻഡസ് കാർഡ് വെച്ചിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം 100% ജെന്യൂനായി തോന്നിയുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് യൂഗോയിൽ നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സൈൻ ചെയ്യുമ്പോൾ നോക്കട്ടോ. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഈ സെർച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂഗോ, ഞാൻ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഉണ്ടോ, ഈ ഒരു ഐക്കണിൽ വരുന്ന യൂഗോ, അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റിൽ ഈ 3 വരയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെ സൈൻ ഇൻ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കിട്ടും, മെമ്പേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർവേ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്പേഴ്സിൽ സൈൻ ചെയ്യുന്നു. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സർവേ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ ഇംഗ്ലീഷ് അടിച്ചു കൊടുക്കാം. ഇന്ത്യ ഇംഗ്ലീഷ്. നിങ്ങൾ UAE ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും UAE വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ UAE ബേസിലുള്ള സർവേകൾ നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇന്ത്യ ആകുമ്പോൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സർവേ ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇവിടെ താഴത്ത് പോയിന്റ്സ് കാണിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ താഴത്ത് കണ്ടോ 5 പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇയർ ഓഫ് ബർത്ത് 19, ജനിച്ച വർഷം കേട്ടോ, അടിക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഫീമെയിൽ, മെയിൽ, ഇപ്പം ഞാനിവിടെ മെയിൽ കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇവരിവിടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമെയിൽ ID മസ്റ്റ് ആട്ടോ. ഇമെയിൽ നമ്മളിവിടെ അടിക്കണം. ഞാനിവിടെ ഇമെയിൽ കൊടുത്തു. നമ്മളെ ഇമെയിലിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. കൺഗ്രാജുലേഷൻസ്, അതായത് നമ്മൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഗോ ടു അക്കൗണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടി, 25 പോയിന്റ് കിട്ടി. ഇത് സർവേ ചെയ്തിട്ടല്ല കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പേര് വേണമെങ്കിൽ നമുക്ക് ഏത് പേരാണോ അവിടെ കൊടുക്കേണ്ടത് ആ പേരോടെ കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നവാബ് എന്ന് കൊടുക്കുകയാണ്, ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇനി നമ്മൾ സർവേ വെയിറ്റ് ചെയ്യുക, സർവേ അറ്റൻഡ് ചെയ്യുക, അത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യുക. മാക്സിമം 5-10 അല്ലെങ്കിൽ 15 മിനിറ്റ് എടുക്കുകയുള്ളൂ. നമുക്ക് 100 പോയിന്റ് അല്ലെങ്കിൽ 125 പോയിന്റ്, ചിലപ്പോൾ 50 പോയിന്റ് സർവേ വരും. കിട്ടുന്ന സർവേസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും. കണ്ട ഇവിടെ നമുക്ക് 5000 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ 3600 ഒരു ഗിഫ്റ്റ് കാർഡ് നമുക്ക് കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ ലിവീസ് 3600, അതായത് 5000 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ. അതല്ലെങ്കിൽ
മേക്ക് മൈ ട്രിപ്പ്. ഇപ്പം 5000 പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് കാർഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സി കാർഡ് എന്നുള്ളത് അല്ലെങ്കിൽ സി റിവാർഡ് എന്നുള്ളത് റെഡീം റിവാർഡ് ഒക്കെ കാണിക്കും. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇമെയിലിലേക്ക് മെയിൽ വരും, അതിൽ പോയിട്ട് റെഡീം ചെയ്യുക, അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടും. ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. യോഗയുടെ സർവേ നമുക്ക് കണ്ടോ ഇതുപോലെ മെയിലായിട്ട് വരും. ഞാൻ UAE-ലായതുകൊണ്ട് ഒരു 5000 പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വിർച്വൽ വിസ കാർഡ്, ട്രെമൻഡസ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. എനിക്ക് കിട്ടിയ ഒരു കാർഡാണ് റെഡീം വിസ കാർഡ്. ഓൾറെഡി ഞാൻ ഇത് കൊടുത്ത് ഞാൻ ഈ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ ബാലൻസ് ആണ് $50 ഉണ്ടായിരുന്നു. അതിൽ ഞാൻ $49 അടുത്ത് ഞാൻ എന്താ പറയുക യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ്. അതായത് ഇതിൻ്റെ കാർഡിൻ്റെ വാലിഡിറ്റി നമുക്ക് 6 മാസം ഉണ്ടാവുള്ളൂ. 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റിവാർഡ് കാർഡുകൾ കിട്ടും, ഗിഫ്റ്റ് കാർഡുകൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം 100% എനിക്ക് ജെന്യുവനായി തോന്നിയത് മാത്രമാണ്. ഞാനിപ്പോൾ 2, 3, 4 ഐഡിയിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.